താനാണോ ഫോൺ ചെയ്തത്? അതെ സാർ. ഏത് പെൺകുട്ടിയാണെന്ന് മനസ്സിലായോ? ഇല്ല സാർ, ഈ കത്തിൽ വിലാസം എഴുതിയിട്ടുണ്ട്. എല്ലാരും ഒന്ന് മാറി നിന്നേ. മാറിക്കോ, അങ്ങോട്ട് മാറിക്കോ. സാർ വാടോ. അവള് ചാടി എന്നുള്ളത് ഉറപ്പാണോ? അതെ സാർ, ഞാൻ കണ്ടതാ. ഈ നേരത്ത് താൻ ഇതുവഴി എവിടെ പോയതാ? വീട്ടിലേക്ക്. ഇവിടെ അടുത്തുള്ളൊരു സ്ഥാപനത്തിലെ സെക്യൂരിറ്റിയാണ് ഞാൻ. നല്ല സുഖമില്ലായിരുന്നു, അതുകൊണ്ട് ഡ്യൂട്ടി വേറൊരാളെ ഏൽപ്പിച്ച് മടങ്ങുകയായിരുന്നു. നല്ല ഒഴുക്കുള്ള പുഴയല്ലേ? ആ, നല്ല ആഴമുണ്ട് സാർ. എന്ത് ചെയ്യും? ചാടിന്ന് ഇയാള് പറയും, പക്ഷെ ബോഡി അത് പ്രതീക്ഷിക്കേണ്ട സാർ. ഇവിടെ ചാടിയ കടലിൽ നോക്കിയാൽ മതി. അതെ, അതാ സാർ പതിവ്. വിളിച്ചെത്താൻ സ്റ്റേഷനിൽ വരേണ്ടി വരും. വരാം സാർ. അമ്മേ, അമ്മേ. എന്തായി മോനെ? എടാ എന്തായിന്ന്? ഒന്നും ആയിട്ടില്ല അമ്മേ, കണ്ടുപിടിക്കാൻ പറ്റില്ല. സിറ്റി മുഴുവൻ അരിച്ചു പറക്കി, കണ്ടില്ല. ഗണേശ, ഒരു വിവരം കിട്ടിയില്ല അച്ഛാ. നീ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനാ? ഒന്നടങ്ങ്, അവൾക്കൊന്നും സംഭവിച്ചു കാണില്ല. എന്റെ മോളുടെ ജീവിതം എല്ലാരും കൂടി തകർത്തു. അവൾക്ക് എന്തെങ്കിലും പറ്റിയ ഒരുത്തനെ വെറുതെ വിടില്ല. എന്റെ മോളെ കൊലയ്ക്ക് കൊടുത്തിട്ട് ഒരുത്തനും അങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട. അമ്മ ധൈര്യമായിട്ടിരിക്കമ്മേ. നമ്മൾ പേടിക്കുന്ന പോലെ എന്തെങ്കിലും അവൾക്ക് സംഭവിച്ചാ നീലും സ്വാധീനം പിന്നെ കുടുംബത്തിൽ കിടന്നുറങ്ങൂല. അരിഞ്ഞു കളയില്ലാത്തതിന് ഞാൻ. കാര്യം അവളിത്തിരി കുഴപ്പം കാണിച്ചു എന്നുള്ളത് ശരിയാ. അതിന് നമ്മൾ അവളെ എതിർക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴും അവളുടെ ഭാഗത്തുള്ള ന്യായം നമ്മൾ കാണാതിരുന്നിട്ടുണ്ട്. നീലും സ്വാധീനം അവര് രണ്ടുപേരെ വേദയുടെ ജീവിതം തകർത്ത് അവരെ നമ്മൾ വെറുതെ വിടില്ലമ്മേ. എന്താ സാർ? ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ഇതാ സ്ഥലത്തുനിന്ന് കിട്ടിയതാ. ഇതാ സ്ഥലത്തുനിന്ന് കിട്ടിയതാ. ഞാൻ പോകുന്നു. എൻ്റെ മരണത്തിന് ഉത്തരവാദികൾ നീൽ മഹേഷും സ്വാതിയുമാണ്. അവരെ വെറുതെ വിടരുത്. പുഴ നല്ല ആഴമുള്ളതും ഒഴുക്കുള്ളതുമാ. അത് ഈ വീണ പിന്നെ കടലിൽ നോക്കിയാൽ മതി എന്നാ പറയുന്നത്. തിരഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. മതി, കേട്ടത് മതി. എന്റെ മോൾക്ക് എന്ത് സംഭവിക്കരുതെന്നാണോ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചത്, അത് തന്നെ സംഭവിച്ചു. അതിന് കാരണക്കാരായ രണ്ടുപേരുണ്ട്.
അവരെ വെറുതെ വിടരുത്. നിങ്ങൾ പോലീസുകാർ അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യോത്. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. വേണ്ടതുപോലെ ഞങ്ങൾ ചെയ്തേക്കാം. ആത്മഹത്യാ പ്രേരണാ കുറ്റവും ഒരു കുറ്റമാണല്ലോ. ആ വകുപ്പ് അനുസരിച്ച് കേസ് ചാർജ് ചെയ്യണം. കുറ്റക്കാരെ പിടിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി നോക്കേണ്ടി വരും. അതൊന്നും വേണ്ടിവരില്ല. ശാന്തമായിരിക്കും. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവള് പറഞ്ഞത് സത്യമാണെന്ന് നമ്മളും വിചാരിച്ചു. അവളുടെ മനസ്സ് വായിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. നമ്മളെല്ലാവരും അവള് തോൽപ്പിച്ചു കളഞ്ഞല്ലോ. തനിക്ക് എന്ത് തോന്നുന്നു? ഈ കേസ് സത്യമായിരിക്കുമോ അതോ? ആത്മഹത്യക്കുറിപ്പുണ്ടല്ലോ സർ. അതുണ്ട്. പക്ഷെ അത് എഴുതിയിരിക്കുന്നത് വേദയാ. ജഗജില്ല അവള്. നമ്മൾ എന്തും പ്രതീക്ഷിക്കണം. സാറപ്പ പറയുന്നത് ആ കത്തൊരു തട്ടിപ്പായിരിക്കും എന്നാണോ? എന്നല്ല, അവള് പാലത്തിൽ നിന്ന് എടുത്തിയാടുന്നത് കണ്ടവരുണ്ട്. അപ്പോൾ അങ്ങനെയാകാൻ വഴിയില്ല സർ. പക്ഷേ ആ കത്തിൽ പറഞ്ഞിരിക്കുന്നവര് സ്വാതിയും നീലും അവര് പാവങ്ങളാ. എനിക്കറിയാം അവരെ. മനഃപൂർവ്വം അവർക്കിട്ടൊരു പണി കൊടുത്തതാണെന്നാ തോന്നുന്നത്. സൂക്ഷിച്ചും കണ്ടും വേണം നമ്മൾ ഈ കേസ് അന്വേഷിക്കാൻ. അല്ലെങ്കിൽ പെടുന്നത് നിരപരാധികളായ രണ്ടുപേരായിരിക്കും. ഹലോ. അതെ സർ. സർ. ശരി സർ. CI IG അടക്കം ഇടപെട്ടിട്ടുള്ള കേസാ. പ്രതികളെ ഉടനെ പിടിക്കണമെന്ന ഓർഡർ. ഇനി എന്ത് ചെയ്യും സർ? പോലീസുകാരായി പോയില്ലേ? മേലുദ്യോഗസ്ഥരെ അനുസരിച്ചല്ലേ പറ്റൂ. ഒരു കാര്യം ചെയ്യും, നമുക്ക് ആ നീലന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അതിനവർ വീട് മാറി സർ. വീട് മാറിയെന്നോ? ആ അതെ. നേരത്തെ ആ പോസ്റ്റ് ഓഫീസ് റോഡിലായിരുന്നല്ലോ താമസിച്ചിരുന്നത്. അവിടെയുള്ള ആ വലിയ വീട് അതവർ മാറി. ഇപ്പോ പുതിയൊരിടത്താ താമസം. അതെവിടെയാ? ജനറൽ ആശുപത്രിയിലേക്ക് വളയുന്ന വഴിയില്ലേ, ആ. അവിടെയാ. അതെന്താ വീട് മാറാൻ കാരണം? ഇപ്പൊ താമസിച്ചിരുന്ന വീട് നല്ല വീടായിരുന്നല്ലോ. അതറിയില്ല സർ. ഇതിന്റെ പിന്നിൽ എന്തോ ദുരൂഹതയുണ്ടല്ലോ. ഇനിയിപ്പോ കത്തില് വേദ പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമോ? ഇല്ലെങ്കിലും ആണെന്ന് വേണം ഇപ്പൊ മുതൽ നമ്മൾ വിശ്വസിക്കാൻ. കാരണം മുകളിൽ നിന്നുള്ള ഉത്തരവ് അങ്ങനെയാ. സർ. കത്തും വീടുമാറ്റും. എന്തായാലും നാളെ നേരം വിളിക്കട്ടെ. പുതിയ വീട്ടിലെ ആദ്യത്തെ അതിഥികൾ കാക്കിയിട്ട നമ്മളായിരിക്കും. നിങ്ങളിങ്ങോട്ട് താമസം മാറിയ വിവരം വൈകിയാ ഞാൻ അറിഞ്ഞത്. മാറേണ്ടി വന്നു. വരുമല്ലോ. മക്കളും മരുമക്കളും കൂടി ഓരോന്ന് ഒപ്പിച്ചു വെക്കാൻ തുടങ്ങിയ വീടല്ല പലതും മാറേണ്ടി വരും. ഈ വീട്ടിലെ ആദ്യത്തെ അതിഥികളാണ് നിങ്ങൾ. അതുകൊണ്ട് കുറച്ചുകൂടെ മാന്യത ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, പെരുമാറ്റത്തിലും സംസാരത്തിലും. അവരെവിടെ? ആര്? നീലും സ്വാതിയും. അവരിവിടെ ഇല്ല. അവരെവിടെ പോയി? അറിയില്ല. അവരൊരു കേസിലെ പ്രതികളാണെന്നറിയാലോ. അറിയില്ല. വേദ ആത്മഹത്യ ചെയ്തെന്നറിയാമോ? അതും അറിയില്ല. നുണ പറയുന്നു. വേദ ആത്മഹത്യ ചെയ്തെന്നും അതിന് കാരണക്കാര് നീലും സ്വാതിയുമാണെന്ന് മനസ്സിലാക്കിയിട്ടുമല്ലേ നിങ്ങൾ അവരെവിടെ നിന്ന് മാറ്റിയത്? അല്ല. പിന്നെ അവരെവിടെ പോയി? അറിയില്ല. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. വേദയുടെ ആത്മഹത്യക്കുറിപ്പുണ്ട്. അതിൽ നീലിന്റെ സ്വാതിയുടെ പേരാ എഴുതി വെച്ചിരിക്കുന്നത്. നിയമപരമായി അവരെ ഇപ്പൊ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന്റെ കൈയോടെ അറസ്റ്റ് ചെയ്യേണ്ട പ്രതികളാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. കേറി നോക്കണം. സർ. എന്റെ കുട്ടികളെ നിങ്ങൾ പറയുന്നത് പോലെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വേദ മനഃപൂർവ്വം അവരുടെ പേരെഴുതി വെച്ചതാ. അതൊക്കെ കോടതി പറഞ്ഞാൽ മതി. ഇങ്ങനൊരു കുറിപ്പ് കിട്ടിയാൽ ഞങ്ങൾക്ക് കേസെടുത്തേ പറ്റൂ. അതാണ് നിയമം.
അകത്തില്ല സർ. എല്ലായിടത്തും നോക്കിയോ? നോക്കി സർ. ഇപ്പൊ വിശ്വാസമായോ? ഞാൻ നുണ പറയാറില്ല, എൻ്റെ മക്കളും നുണ പറയാറില്ല. പിന്നെ അവർ ഒളിപ്പിച്ചു എന്ന് പറയുന്നത് തെറ്റായ ഒരു കേസിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇങ്ങനെ പരക്കം പായുമ്പോൾ സ്വന്തം തടി രക്ഷിക്കാൻ ആരാലും ശ്രമിക്കില്ലേ സർ? അത്തരൊരു ശ്രമമാണ് നീലും സ്വാധീനം നടത്തിയത്. അതിനവർക്ക് അവകാശമുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നല്ലേ പ്രമാണം. ആദ്യം ആ കത്തി പറയുന്നത് ശരിയാണെന്ന് സാർ ഒന്ന് അന്വേഷിക്കുക. അതുറപ്പായാൽ മാത്രം മതിയല്ലോ പ്രതികളെ തിരയുന്നത്. എന്ത് അന്വേഷിക്കണം, എങ്ങനെ അന്വേഷിക്കണം എന്നൊക്കെ എനിക്കറിയാം. ഇങ്ങോട്ട് നിർദ്ദേശിക്കാനൊന്നും നിൽക്കണ്ട. അത് സാറിന്റെ ഇഷ്ടം. അവരെ രക്ഷിക്കാമെന്നും ആരും കരുതണ്ട. അവരെവിടെ ഉണ്ടെങ്കിലും ഞാൻ അവരെ പൊക്കും. അതും സാറിന്റെ ഇഷ്ടം. ആദ്യം അവരെന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ, എന്നിട്ട് നമ്മൾ തമ്മിലൊന്ന് കാണേണ്ടി വരും. അവരെ പോലീസ് പിടിക്കോ? ഒരിക്കലുമില്ല. ആ പേടി വേണ്ട. അവർ സേഫാ. അവര് രണ്ടുപേരും എങ്ങോട്ടാ മുങ്ങിയത്? അറിയില്ല. അന്വേഷിച്ചില്ലേ? ഇല്ല. എന്നോട് നീ നുണയെന്ന് പറയണ്ട. നിനക്കറിയില്ലേ അവരെവിടെ ഉണ്ടെന്ന്? അറിയാം. എന്നിട്ടെന്താ നീ ആ വിവരം പോലീസിനോട് പറയാതിരുന്നേ? താല്പര്യമില്ലാത്തതുകൊണ്ട്, അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. എടാ, മരിച്ചിരിക്കുന്നത് നിന്റെ ഭാര്യയാ. അത് തന്നെ ഞാനും ചോദിക്കുന്നേ. എന്റെ ഭാര്യ മരിച്ചിട്ട് എനിക്കില്ലാത്ത ദുഃഖം നിനക്കെന്തിനാ? അപ്പോ വേദ മരിച്ചതില് നിനക്കൊരു ദുഃഖവും ഇല്ലേ? ഇല്ല. ആരും പിടിച്ച് തല്ലിക്കൊന്നൊന്നും അല്ലല്ലോ, സ്വയം ചെയ്തതല്ലേ. എടാ, നീ ഇത്രയും ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ മനസ്സിലായല്ലോ. നീയേ അനുഭവിക്കാൻ പോവാ. അവളെ കെട്ടിയപ്പോഴേ കുറെ അനുഭവിച്ചതല്ലേ, ഇനി എന്തനുഭവിക്കാനാ? നീ വിചാരിക്കുന്നുണ്ടോ നീലിനെ സ്വാധീനം പോലീസ് പിടിക്കില്ലെന്ന്? വിചാരിക്കുന്നുണ്ട്. അവരെ തൊടാൻ പോലും പോലീസിന് പറ്റില്ല. അപ്പോ ജീവിതകാലം മുഴുവൻ ഒളിവിൽ കഴിയാന്നായിരിക്കും അവരുടെ വിചാരം. അതെ, അത് അവരോട് ചോദിക്കണം. ഓരോന്നും പറഞ്ഞ് പ്രകോപിപ്പിക്കുമ്പോ അറിയാതെ അവര് താമസിക്കുന്ന സ്ഥലം ഞാൻ പറയുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാ. നിനക്കേ നിരാശപ്പെടേണ്ടി വരും. പിന്നെ വേദയുടെ മരണം ഇതുവരെ ബോഡി കിട്ടാത്ത സ്ഥിതിക്ക് ആ മരണത്തിൽ എന്തോ ദുരൂഹതയുണ്ടെന്നാ എന്റെ തോന്നൽ. ഒരുപക്ഷെ മറ്റുള്ളവരെ പറ്റിക്കാൻ അവളൊരു മരണം ക്രിയേറ്റ് ചെയ്തതാവാനും വഴിയുണ്ട്. പിന്നെ മരണം ക്രിയേറ്റ് ചെയ്യല്ലേ? വേദ ആ പാലത്തിൽ നിന്ന് എടുത്ത് ചാടുന്നത് കണ്ടവരുണ്ട്. നല്ല ആഴമുള്ള പുഴയാ. താഴെ എത്തുന്നതിന് മുമ്പ് വേദ മരിച്ചു കാണും. ഞാൻ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാം, മൃതദേഹം കിട്ടട്ടെ. അതൊന്നും കിട്ടാൻ പോകുന്നില്ല. കടലാപ്പുറത്ത്. അതിപ്പോ കടലിലെത്തിക്കാണും. പാവം വേദ. നീയൊക്കെ കൂടിയ വേദയുടെ ജീവിതം തകർത്തത്. ഞാൻ എന്ത് ചെയ്തെന്നാ? പഴയതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത്. കാലു പിടിച്ച് പറഞ്ഞതാ ഞാൻ. ഈ കല്യാണം വേണ്ട വേണ്ടാന്ന്. കേട്ടില്ല. ഞാനും വേദയും തമ്മിലുള്ള കല്യാണം നടത്തണമെന്ന് നിനക്കായിരുന്നല്ലോ നിർബന്ധം. സ്വന്തം കൂടപ്പിറപ്പായ എന്നെക്കാളും നീ സ്നേഹിച്ചത് അവളെയാ. നീയൊക്കെ കൂടി തകർത്തതേ അവളുടെ ജീവിതമല്ല, എന്റെ ജീവിതമാ. ഭാഗ്യത്തിന് ഇപ്പോഴാ ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. മരണത്തിൽ നിന്ന് അത്ഭുതകരമായ വേദ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. പണ്ട് ഭ്രാന്താശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നില്ലേ, അതുപോലെ. അങ്ങനെ വന്നാലും അവളെ ഇനി ഞാൻ സ്വീകരിക്കുന്ന പ്രശ്നമില്ല. അവളെ ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞു, എല്ലാ അർത്ഥത്തിലും. വേദേ തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. ആ പാവം മരിച്ചു. അത് സത്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് നീയൊക്കെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് മാത്രമാണ് സത്യം. നമ്മൾ പോലീസിനെ മാത്രം വിശ്വസിച്ചെന്ന് അവരെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാധീൻ നീല് മുങ്ങി എന്നുള്ളത് നേരാ. വിവരം അറിഞ്ഞപ്പോൾ തന്നെ അവരുടെ അച്ഛൻ അവരെ മാറ്റി. നമ്മുടെ പിള്ളേരും അന്വേഷിക്കട്ടെ. പോലീസിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് യാതൊരു ആനുകൂല്യവും കിട്ടില്ല. അതിനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചതയ്ക്കണം.
പ്രാണൻ പോകുമ്പോ എന്റെ മോൾ അനുഭവിച്ച വേദന അവരും അറിയണം. അമ്മ ഇത് പറഞ്ഞില്ലെങ്കിലും ഞങ്ങളത് ചെയ്യും. പാവം എന്റെ മോള്. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു അവൾക്ക്. ആ നീൽ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. എല്ലാം എന്റെ തെറ്റാ. നീലിനെ മതിയെന്ന് അവൾ വാശി പിടിച്ചപ്പോ അത് സമ്മതിച്ചാൽ മതിയായിരുന്നു. സിനിമാ നടനാണെന്ന് ഒറ്റ കാരണം പറഞ്ഞ് നമ്മൾ അതിനെ എതിർത്തു. അന്ന് അത് സമ്മതിച്ചിരുന്നെങ്കിൽ അവളിപ്പോ ജീവിച്ചിരിക്കുമായിരുന്നു. അച്ഛാ, ഞാൻ ഹാർബറിൽ പോയിരുന്നു. കടലിൽ പോയ ബോട്ടുകളൊക്കെ കടൽ മുഴുവൻ അരിച്ചു പറക്കിയിട്ടുണ്ട്. അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇനി അല്ല, ചിലപ്പോ അങ്ങനെ സംഭവിക്കാം. എന്താ അത്? അല്ല, ആ പുഴയിലും ധാരാളം പാറയും പാറയിടുക്കുകളൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിലെങ്ങാനും അമ്മ എന്റെ അമ്മ ഇങ്ങനെ കരയില്ല. അമ്മ കരഞ്ഞ പോയ വേദ എങ്ങനെ തിരിച്ചു വരും? നടക്കാനുള്ളത് നടന്നു കഴിഞ്ഞു അങ്ങ് വിചാരിക്കണം. പിന്നെ അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടേക്കണം. അതല്ലാതെ പിന്നെ വേറെ വഴിയില്ല അമ്മ. വക്കീൽ ഏർപ്പാട് ചെയ്തു. മുൻകൂർ ജാമ്യം എടുക്കാന്നാണ് വക്കീൽ പറയുന്നത്. അതുവരെ പോലീസിന് പിടികൊടുക്കരുതെന്ന് മാത്രം. പിടികൊടുക്കൊന്നും വേണ്ട, അവരും ഒന്ന് പിടിച്ചോണ്ട് പൊയ്ക്കോളും. കരിനാക്ക് വളച്ചൊന്നും പറയാതെ ഗൗരി. ആ, ഞാൻ പറയുന്നതാണോ കുറ്റം? അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. നിനക്ക് ഈ വീടിനോട് ഞങ്ങളോടൊന്നും ഒരു സ്നേഹമില്ലേ? ഈ വീട്ടിൽ തന്നെ ഒരാളാ മരിച്ചത്. അതെന്താ നിങ്ങളാരും ഓർക്കാത്തെ? തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാ. നീലും സ്വാതിയും ഇപ്പൊ നിയമത്തിന് മുമ്പിൽ കുറ്റക്കാര് തന്നെയാ. അവരെ രക്ഷിക്കാൻ നോക്കുന്നത് മറ്റൊരു തെറ്റ് ചെയ്യുന്നതിന് തുല്യ. നീതി നടപ്പിലാക്കി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും നീലിനെ സ്വാതിയെ രക്ഷിക്കാൻ ശ്രമിക്കരുത്. അവര് തെറ്റ് ചെയ്തു ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. വേദയെ സ്നേഹിച്ച് കൂടെ നിർത്താൻ തന്നെയാ എല്ലാവരും ശ്രമിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കാതെ പോയെങ്കിൽ എന്ത് ചെയ്യാനാ? ഇത് മനഃപൂർവ്വം അവരെ കൊടുക്കാൻ വേണ്ടി അവൾ എഴുതി വെച്ചതാ. അതുകൊണ്ട് തന്നെ നീലിനെ സ്വാതിയെ രക്ഷിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി ശ്രമിക്കും. ശ്രമിച്ചോ, പക്ഷെ അതിന് ഞാൻ കൂട്ടി നിൽക്കുന്നു ആരും വിചാരിക്കണ്ട. വേദ എനിക്കെന്റെ സ്വന്തം സഹോദരി പോലെ ആയിരുന്നു. അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. സഹിക്കാൻ പറ്റാതായപ്പോഴാ അവൾ ഇങ്ങനെ ചെയ്തത്. നോക്കിക്കോ, ഒരാളെ അവള് വെറുതെ വിടില്ല. ദുർമരണ. അവളുടെ ആത്മാവ് ഇവിടേക്ക് തന്നെ ഉണ്ടാവും. അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായ എല്ലാവരോടും അവളുടെ ആത്മാവ് പകരം ചോദിക്കും. അങ്ങനെയാണെങ്കിലേ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണം നീയാ. ഞാൻ എന്ത് ചെയ്തു? നീയല്ലേ അവളെ വഴിതെറ്റിച്ചത്. അവളെ തിരുത്തുന്നതിന് പകരം പ്രോത്സാഹിപ്പിച്ചു. ആത്മാവിന് ശരിയും തെറ്റൊക്കെ വേർതിരിച്ചറിയാൻ പറ്റും. വേദയുടെ ആത്മാവ് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം വരുന്നത് നിന്റെ അടുത്തേക്കായിരിക്കും. നിന്നോടായിരിക്കും ആ ആത്മാവിന് ഏറ്റവും കൂടുതൽ ദേഷ്യം. ഓ പിന്നെ അതെ മോളെ, സൂക്ഷിച്ചാ നിനക്ക് കൊള്ളാം. ദേ വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചിട്ടുണ്ടല്ലോ. വേദയുടെ ആത്മാവ് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം വരുന്നത് നിന്റെ അടുത്തേക്കായിരിക്കും. നിന്നോടായിരിക്കും ആ ആത്മാവിന് ഏറ്റവും കൂടുതൽ ദേഷ്യം. ഓ പിന്നെ അതെ മോളെ, സൂക്ഷിച്ചാ നിനക്ക് കൊള്ളാം. ദേ വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചിട്ടുണ്ടല്ലോ. തെറ്റ് ചെയ്തില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ ആരായാലും പേടിക്കില്ലേ? ഓഹോ, ഇനി ഞാനൊരു സത്യം പറയട്ടെ. ഈ ആത്മാവുണ്ടെന്നൊക്കെ പറയുന്നതേ വെറുതെയാ. സയൻസേ അത് ഇതുവരെ തെളിയിച്ചിട്ടില്ല. മരിച്ചാ പിന്നെ തീർന്നു, അത്രേ ഉള്ളൂ. ഒന്നുമല്ല. ഊർജത്തെ നശിപ്പിക്കാനോ പുനർനിർമ്മിക്കാനോ സാധ്യമല്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ പറ്റൂ. ഇത് ശാസ്ത്ര സത്യമാണെങ്കിൽ ആത്മാവും ഉണ്ട്. ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരം സ്വീകരിക്കുന്നത് വരെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും.
നിന്റെ കഷ്ടകാലം തുടങ്ങി ഗൗരി. ഓ പിന്നെ അങ്ങനെയൊന്നുമില്ല. അതല്ല വല്യമ്മേ, ഇന്ന് രാത്രി ഞാൻ വല്യമ്മയുടെ മുറിയിലൊന്ന് കിടന്നോട്ടെ. വേണ്ട, നീ നിന്റെ മുറി തന്നെ കിടന്നാ മതി. പേടിയുണ്ടോ നിനക്ക്? പേടിയല്ല, ഒരു തരം ഭയം അല്ലേ? അതെ. അതാണ് പ്രശ്നം. അല്ല, ഭയമൊന്നുമില്ല. മാലതി, നീ വന്നേ. വല്യമ്മ